എന്റെ ഫേസ്ബുക്കിൽ എന്റെ ഫോട്ടോ ഉപയോഗിച്ച് എന്നെ വളരെ മോശപ്പെടുത്തി പറയുന്ന ഒരുപാട് ആളുകളുണ്ട്. ഞാൻ കോഴിക്കോട് ജില്ലയിൽ കോഴിക്കോട് ജനിച്ചു വളർന്ന് കോഴിക്കോട് തന്നെ ജീവിക്കുന്ന, കുടുംബമായിട്ട് ജീവിക്കുന്ന ഒരു സ്ത്രീയാണ്. എനിക്കറിയാം ഇവന്മാരൊക്കെ എന്താണെന്നും ഇവന്മാരൊക്കെ എവിടെ നിർത്തണമെന്നും എനിക്കറിയാം. ഞാൻ അങ്ങനെ പറയാൻ തുടങ്ങുകയാണെങ്കിൽ എത്ര ആൾക്കാരെ ഞാൻ പറയണം, എത്ര ആൾക്കാരെ ഞാൻ പരാതിപ്പെടുത്തണം, എത്ര ആൾക്കാരുടെ സ്ക്രീൻഷോട്ട് ഞാൻ ഇടണം എന്ന് എനിക്കറിയാം. എന്നെ പോലെ എത്ര സ്ത്രീകളുണ്ടെന്ന് എനിക്കറിയാം. അവൻ ഹണി ഭാസ്കറിന് മെസ്സേജ് അയച്ചു. ഇടതുപക്ഷത്തിന്റെ സഹയാത്രികയായ എഴുത്തുകാരിയായ ഹണി ഭാസ്കറിന് അവൻ മെസ്സേജ് അയച്ചത് എന്തിനാണെന്നറിയോ? ശ്രീലങ്കയിൽ യാത്ര പോകുന്നത് എങ്ങനെയാണെന്നറിയാൻ. കേരളത്തിലെ ഒരു MLA ആയ ഒരു യുവ നേതാവായ രാഹുൽ മാങ്കൂട്ടത്തിന് ശ്രീലങ്കയിൽ പോകണമെങ്കിൽ ഹണി ഭാസ്കറിന്റെ ഇൻബോക്സ് പോകണം എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും വിചിത്രമായ ഒരു കാര്യം. അവൻ അറിയില്ല എങ്ങനെയാണ് ശ്രീലങ്കയിൽ പോവാന്നുള്ളത്. അത് ഹണി ഭാസ്കരൻ പറഞ്ഞു കൊടുത്താലേ അത് അവനെ അറിയുള്ളൂ. ഇത് മനസ്സിലാക്കാൻ കഴിവില്ലാത്ത പൊട്ടന്മാരാണോ കേരളത്തിലെ ജനങ്ങള്? ഇവിടെ കിടന്ന് എന്റെ ഇൻബോക്സിന് താഴെ കമന്റ് ഇടുന്ന ആളുകൾ അവരവരുടെ വീട്ടിൽ കൊണ്ടുപോയി അടുപ്പിക്കോ? അവന് ഞാൻ പറയട്ടെ, അവന് ലൈംഗിക വൈകൃതമുള്ള ഒരു മനുഷ്യനാണ്. നിങ്ങൾ കൊണ്ടുപോയി വല്ല ഡോക്ടേഴ്സിനെയും കാണിക്കാൻ റെക്കമെൻഡ് ചെയ്യണം. പൈസ വാങ്ങി ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത് ഒന്ന് ഹാഷ്മിക്ക് പറയായിരുന്നു, നിനക്ക് ഈ ലൈംഗിക വൈകൃതം ഒക്കെ ഉണ്ട്, നിനക്ക് പോയിട്ട് ഒരു ഡോക്ടറെ കണ്ടൂടെ എന്ന് ചോദിക്കണം. കാരണം അതാണ് അവനെന്ന് ഈ കഴിഞ്ഞ കുറച്ച് ദിവസം ചിലപ്പം എന്താ പറയാ, സിനിമയിലുള്ള അതിജീവിതയുടെ ഒരു വിഷയത്തിൽ ദിലീപിനെ വെറുതെ വിട്ടതുപോലെ അധികാരം ഉപയോഗിച്ച്, പണം ഉപയോഗിച്ച് ചിലപ്പം വെറുതെ വിടുമായിരിക്കാം. എന്നിരുന്നാൽ കൂടിയും ഇവിടെയുള്ള സ്ത്രീകളുടെ മനസ്സിൽ ഇവൻ മെസ്സേജ് അയച്ച ഒരുപാട് സ്ത്രീകളുണ്ട്. ഒന്നൊന്നല്ല, ഞാൻ പറയട്ടെ, നിലമ്പൂർ ഇലക്ഷന്റെ സമയത്ത് ഇവൻ ഞാൻ ഇപ്പോഴാണ് അറിയുന്നത് ഇവൻ ഇത്രയും പീഡകനാണ്. ഇവൻ കോടിയാന്ന് മാത്രമേ ഞാൻ ജഡ്ജ് ചെയ്തിട്ടുള്ളൂ. കോടിയാന്ന് പറഞ്ഞിട്ടും ഞാൻ KSU അടക്കമുള്ള യൂത്ത് കോൺഗ്രസ് അടക്കമുള്ള ഇവിടെ ഞാൻ നിൽക്കുന്ന പബ്ലിഷിംഗ് മേഖല അടക്കമുള്ള ഇടങ്ങളിലേക്ക് സ്ത്രീകൾ വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. എഴുത്തുകാരിയായിട്ടുള്ള സ്ത്രീകൾ വരണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് ഞാൻ. ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന MLA പറയുമ്പോൾ ഞാൻ പറയുന്നുണ്ട്, നമ്മുടെയൊക്കെ യുവജന സംഘടനയായ KSUവിലും യൂത്ത് കോൺഗ്രസിലും പെൺകുട്ടികൾ വരണമെന്നുണ്ടെങ്കിൽ ഇവനെ പോലെയുള്ള ഒരാളെ വെക്കരുത് എന്ന് ഞാൻ പറഞ്ഞിട്ട്, അത് പരാതിയായിട്ട് പറയുന്നതല്ല. ഞാൻ ഷാഫി പറമ്പിലുള്ള സൗഹൃദത്തിൽ പറഞ്ഞത് തന്നെയാണ്. ഇന്നലെ അവൻ പറയുന്നുണ്ട് പറയട്ടെ എന്നുള്ള പരാതിയായിട്ട് ഞാൻ കൊടുത്തിട്ട് ഒരു സ്ഥലത്തും ഇന്ന് കേരളത്തിൽ ഒരു പരാതിയായിട്ട് കൊടുത്തിട്ട് നീതി കിട്ടില്ല എന്ന് ഉറച്ച വിശ്വാസമുള്ള ഒരാളാണ് ഞാൻ. അല്ലെങ്കിൽ ഭരണകൂടത്തിന്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആരെങ്കിലും ആയിരിക്കണം ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരാളും അല്ല. കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് എന്നെ സംരക്ഷിക്കാനോ ഞാൻ പറഞ്ഞത് കേൾക്കാനോ ഒരു കാലത്തും ആരും ഉണ്ടായിട്ടുമില്ല. എന്നിട്ടും ഞാൻ കോൺഗ്രസ് പാർട്ടിയിൽ നിൽക്കുന്നത് എന്താന്ന് വെച്ചാല് അത് ഞാനെന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ മതേതരത്വമായിട്ടുള്ള ഒരു ആത്മസമർപ്പണമാണ്. ഇത്രയും എനിക്ക് കോൺഗ്രസിൽ എന്തെങ്കിലും ആവാനാണെങ്കിൽ ഇവരെ പോലെയുള്ള ആളുകളെ സപ്പോർട്ട് ചെയ്ത്, നിങ്ങൾക്കറിയാം യുവ നേതാക്കന്മാരിൽ കോൺഗ്രസിനകത്ത് ഏറ്റവും സ്വാധീനമുള്ള ആളുകളെ കുറിച്ച് തുറന്നു പറഞ്ഞൊരു വ്യക്തിയാണ് ഞാൻ. എനിക്ക് അതിൽ എന്തെങ്കിലും ആവണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ മുന്നോട്ട് വരണം എന്നുണ്ടെങ്കിൽ എനിക്ക് ഇതൊന്നും പറയാതെ മിണ്ടാതെ ഇരിക്കാം. അത് ഞാനെന്ന സ്ത്രീയെ, ഞാനെന്ന എഴുത്തുകാരിയെ കളങ്കപ്പെടുത്തുമെന്നുള്ളത് കൊണ്ടാണ് ഞാൻ പ്രതികരിച്ചു വന്നിട്ടുള്ളത്. അത് എന്റെ ഭർത്താവല്ല, ഞാൻ ഇപ്പോഴും പറയുന്നു, എന്റെ ഭർത്താവല്ല, എന്റെ മകനല്ല, എന്റെ ഉപ്പ വന്നാലും ഒരു സ്ത്രീയെ പീഡിപ്പിച്ചെന്ന് പറഞ്ഞാൽ ഞാൻ അവർക്കെതിരെ നിൽക്കൂ. ഞാൻ ആ പെണ്ണിനൊപ്പേ നിൽക്കൂ എന്നുള്ളത് ഞാൻ എന്റെ ജീവിതത്തിൽ എടുത്ത തീരുമാനമാണ്. അത് എല്ലാ കാലത്തും. എന്നെ കുറിച്ച് മോശം പറഞ്ഞിട്ട് പോസ്റ്റ് ഇടുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. കോൺഗ്രസിനകത്തുള്ള സ്ത്രീകളുണ്ട്, അഡ്വക്കേറ്റുമാരായിട്ടുള്ള സ്ത്രീകളുണ്ട്. ഇവർക്കൊന്നും ഇവനെ അറിയാഞ്ഞിട്ടല്ല. ഇവനെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ സ്ത്രീകൾക്കും ഇവൻ മെസ്സേജ് അയച്ചിട്ടുണ്ടാവും എന്നുള്ള കാര്യത്തിൽ 100% എനിക്ക് ഉറപ്പാണ്. ഇവൻ ഒരു സ്ത്രീ എന്ന ഒരു തോന്നൽ മതി ഒരു പെണ്ണിന്റെ അടുത്ത് പോയി അപ്രോച്ച് ചെയ്യാന്ന് ബോധ്യമുള്ള ഒരാളാണ് ഞാൻ. പക്ഷെ അവനെ എങ്ങനെ ഡീൽ ചെയ്യണമെന്ന് എനിക്ക് എന്റെ ജീവിതം കൊണ്ട് അറിയാം. അത് ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ ഉപദേശിച്ചിട്ടില്ല. ഞാൻ എന്തിനാ അദ്ദേഹത്തിന് ഉപദേശിക്കണം? അതിനുശേഷം ദുബായിൽ പോകുമ്പോൾ അദ്ദേഹത്തിന്റെ ഒരു പരിപാടിക്ക് താങ്കൾ ക്ഷണിച്ചു നടക്കുന്ന കാര്യങ്ങളാണ്. ഇതിനൊക്കെ അദ്ദേഹത്തിന്റെ കയ്യിൽ തെളിവുണ്ട് എന്ന കാര്യം പറയും. ഞാന് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആയിരിക്കുമ്പോ അദ്ദേഹത്തിന് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ട ആളാണ്. യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റായ ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിന് അതിന്റെ ഭാരവാഹികൾ ഹരിത ബാബു അങ്ങനെ തുടങ്ങിയ കുറച്ച് ആളുകളുണ്ട്. ആ പോസ്റ്റ് ഞാൻ ഇന്നും പിൻവലിച്ചിട്ടില്ല.
ഞാൻ പാർട്ടിക്കകത്ത് നിൽക്കുമ്പോൾ ഒരു യൂത്ത് കോൺഗ്രസിന്റെ ഒരു പ്രസിഡന്റ് വരികയാണ്. നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും അദ്ദേഹം പ്രസിഡന്റ് ആയിട്ട് വരികയാണ്. ഞാൻ എന്റെ പ്രശ്നങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇദ്ദേഹത്തെ വെക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഞാൻ പാർട്ടി ഭാരവാഹിയായി നിൽക്കുമ്പോൾ അതിന്റെ ഉത്തരവാദിത്വത്തിൽ എനിക്ക് അദ്ദേഹത്തിന് ആശംസകൾ അർപ്പിച്ചിട്ടുണ്ട്. ഞാൻ പരസ്യമായിട്ടിട്ടുണ്ട് ഫേസ്ബുക്കിൽ. ഇന്നും ആ പോസ്റ്റ് ഞാൻ റിമൂവ് ചെയ്തിട്ടില്ല. അതെടുത്തിട്ട് കൊണ്ടുപോയി ഞാൻ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ഒരു വ്യക്തിനെ അറസ്റ്റ് ചെയ്തതിനെതിരെ ഞാൻ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അത് രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വ്യക്തിയല്ല, യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്തതിനെ കുറിച്ചാണ് ഞാൻ കോൺഗ്രസ് ഭാരവാഹിയായി ഞാൻ എഴുതുന്നത്. അല്ലാതെ രാഹുൽ മാങ്കൂട്ടത്തിനെ പീഡനത്തിന് നാട് മുഴുവൻ ഓടിച്ചിട്ടിട്ട് പിടിച്ച ആ വിഷയത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ ഓടിച്ചിട്ട് പിടിച്ചു എന്നതിനല്ല ഞാൻ പോസ്റ്റ് ഇട്ടിട്ടുള്ളത്. യൂത്ത് കോൺഗ്രസിന്റെ സമരത്തിൽ ആ വിഷയത്തിൽ ആ വ്യക്തിനെ വീട് വളഞ്ഞ അറസ്റ്റ് ചെയ്യൽ പോലും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ വിഷയത്തിൽ അവനെതിരെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. 5 വർഷങ്ങൾക്ക് മുമ്പ് ലൈംഗിക വൈകൃതമുള്ള ഒരാളാണെന്ന് താങ്കൾക്ക് ബോധ്യമുണ്ട്. അത്തരത്തിലുള്ള ഒരാളെ കഴിഞ്ഞ ഓഗസ്റ്റ് ശേഷം പോലും താങ്കൾ ബന്ധപ്പെട്ടു എന്നുള്ള കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു. അതിന് തെളിവ് അദ്ദേഹത്തിന് കഴിയുന്നു. ലൈംഗിക വൈകൃതം ഉണ്ടോന്ന് എനിക്കറിയില്ല. അദ്ദേഹം സാധാരണ നിങ്ങൾക്ക് കോഴികളായിട്ടുള്ള ആണുങ്ങളെ അറിയാം. സോഷ്യൽ മീഡിയയിൽ ഒരു ഫോട്ടോ ഇട്ടാല് അതിന്റെ കമന്റ് ബോക്സിൽ അവരൊന്നും പറയില്ല, ഇൻബോക്സിൽ വന്നിട്ട് പറയും. നിങ്ങൾക്ക് സ്ത്രീകളായിട്ടുള്ള ആളുകൾക്ക് പരിചയം ഉണ്ടാവും. അവർ വന്നിട്ട് പറയും നല്ല ശരീരമാണല്ലോ, നല്ല അത്തരത്തിലുള്ള കമന്റുകൾ അടിക്കുന്ന നിങ്ങൾ ഈ പരിശോധിച്ച് നോക്കിയാൽ ഞാൻ ഇട്ട ഓരോ സ്റ്റാറ്റസും എന്റെ ഫോട്ടോയ്ക്കും രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വ്യക്തി ഇട്ടിട്ടുള്ള കമന്റുകളുണ്ട്. ഞാനൊരു ഭാര്യയാണ്, ഞാൻ ഒരു പോസിറ്റീവായിട്ടുള്ള രീതിയിലും ഞാൻ ഇക്കാലം അത്രയും രാഹുൽ മാങ്കൂട്ടത്തിനെ റെസ്പോണ്ട് ചെയ്തിട്ടില്ല. വളരെ മാന്യമായിട്ട് അവൻ എന്ത് സ്ക്രീൻഷോട്ടോ എന്ത് ചാറ്റ് പുറത്തുവിട്ടാലും വളരെ മാന്യമായിട്ട് അവൻ എന്നോട് കാണിക്കുന്ന വൃത്തികേടുകൾക്ക് പോലും എനിക്ക് അറിയില്ല എന്നുള്ള ഭാവത്തിൽ നമ്മൾ ഇടുന്ന ഫോട്ടോയ്ക്ക് ഇടുന്ന കമന്റ്സുകളുണ്ട്, സ്റ്റാറ്റസുകൾക്ക് ഇടുന്ന നിങ്ങൾ പറയുന്ന വൈറ്റ് ലവ് ഒന്നും അല്ല, അതിനപ്പുറം ഞാൻ റെഡിയാണ്. ഞാൻ ഇന്ന് വരെ ഒരു മനുഷ്യന്റെയും സ്ക്രീൻഷോട്ടോ കാര്യങ്ങളോ പുറത്തു വിട്ടിട്ടില്ല. എനിക്ക് പറയാനുള്ളത് പറയാറാ ചെയ്യാറുള്ളത്. ഞാൻ ഏത് പരിശോധനയ്ക്കും എന്റെ ഈ ഫോൺ തയ്യാറാക്കാൻ റെഡിയാണ്. അവൻ എനിക്ക് അയച്ചിട്ടുള്ള ഞാൻ സാരി ഉടുത്ത് ഇട്ടിട്ടുള്ള എന്റെ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുള്ള ഒരു ഫോട്ടോയ്ക്കൊക്കെ അവൻ എന്നോട് പറഞ്ഞിട്ടുള്ള അതിനും ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിന്നെ പോലെയുള്ള ഒരുപാട് ആളുകൾ പറയാറുണ്ട് ഇങ്ങനെയുള്ള പല കാര്യങ്ങളും. അവരുടെ കൂട്ടത്തിലേ നിന്നെ ഞാൻ പെടുത്തുന്നുള്ളൂ. എനിക്ക് എത്ര ആളുകളെ ബ്ലോക്ക് ചെയ്യാൻ പറ്റും? അല്ലെങ്കിൽ പാർട്ടിക്കകത്ത് ഞാനുള്ള പാർട്ടിയില് യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിരിക്കുകയാണ്, MLA ആയിരിക്കുകയാണ്. ഞാൻ അതിൽ ഇടപെടുന്ന ഒരാളാണ്. അങ്ങനെയുള്ള പീഡകരെ മുന്നോട്ട് കൊണ്ടുവരരുത് എന്ന് പറയുമ്പോഴും അവൻ അതിന്റെ അകത്ത് ശക്തനായിട്ട് നിൽക്കുകയാണ്. എങ്ങനെയാണ് അടുത്ത സുഹൃത്താണ് എന്ന് പറയാം? ലിറ്ററേച്ചർ ഫെസ്റ്റിൽ ഞാൻ പറയട്ടെ, ഞാൻ യൂത്ത് കോൺഗ്രസിന്റെ ഷാഫി പറമ്പലിന്റെ കമ്മിറ്റിയില് ലിറ്ററേച്ചർ സ്റ്റേറ്റ് ചെയർപേഴ്സൺ ആയിരുന്നു. എന്നെ ഒന്ന് അനങ്ങാൻ പോയിട്ട് ഒരു ആക്ടിവിറ്റി അതിൽ മാഗസിൻ അടക്കമുള്ള പ്രപ്പോസൽ ഞാൻ ഷാഫി പറമ്പലിന് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഈ പറയുന്നത് കള്ളമാണെങ്കിൽ ഷാഫി പറമ്പിൽ അടക്കമുള്ള ആളുകൾ അതിനെ നിഷേധിക്കണം. ഷാനാസ് പറയുന്നത് കള്ളാണെന്ന്. പക്ഷെ ഞാൻ രാഹുൽ മാങ്കൂട്ടം പ്രസിഡന്റ് ആയിരിക്കുന്ന യൂത്ത് കോൺഗ്രസിൽ ഞാനില്ല. ഞാൻ ആ ഭാരവാഹിത്വ എന്നിട്ടും ഞാന് യൂത്ത് കോൺഗ്രസിന്റെ ലിറ്ററേച്ചർ ചെയർപേഴ്സൺ ആവുന്ന സമയത്ത് രാഹുൽ മാങ്കൂട്ടം അതിലുണ്ട്, ജനറൽ സെക്രട്ടറി എന്തോ ആണ്. ആ സമയത്ത് ലിറ്ററേച്ചർ ഫെസ്റ്റ് നടത്തണമെന്ന് അവൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറയുന്നത് അത് തന്നെയാണ്. എങ്ങനെ ഒരു സ്ത്രീയെ മാനിപ്പുലേറ്റ് ചെയ്യാം എന്നാണ് അവൻ ശ്രമിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.